ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഒരു തമിഴ് മൂവിയാണ് മായക്കോത്ത്. നാഗരാജൻ കണ്ണൻ, രാമസ്വാമി, സായ്ദീന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി AR രാഘവേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് മായക്കോത്ത്. ഇതൊരു ക്രൈം ഫാൻറ്റസി ത്രില്ലറാണ്. ലോ ബഡ്ജറ്റിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇറ്റാലിയൻ ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സൺനെക്സ്റ്റ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 ഇത് റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് 3BHK. സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീ ഗണേഷ് രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് 3BHK. 4 പേര് ചുറ്റിക്കറങ്ങുന്ന ഒരു സിനിമ. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ കഥയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മാമൻ. സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് മാമൻ. ഇതൊരു ഫാമിലി മൂവിയാണ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. കഥയിലെ നായകൻ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. ആദ്യ 3 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാക്കിയ നടൻ്റെ ഓഫ് സ്ക്രീൻ ജീവിതമാണ് സിനിമ പറയുന്നത്. ഇതിൽ ഡേവിഡ് പടിക്കലായി ടോവിനോ തോമസാണ് അഭിനയിക്കുന്നത്. ടോവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈനാപ്ലയാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത മാസം ഫസ്റ്റ് വീക്ക് സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് സൂപ്പർ സിന്ദഗി എന്ന മൂവിയാണ്. മുകേഷ്, ധ്യാൻ ശ്രീനിവാസൻ, പാർവതി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിൻറ്റേജ് സംവിധാനം ചെയ്ത സിനിമയാണ് സൂപ്പർ സിന്ദഗി. ഇതൊരു കോമഡി എൻ്റർടൈനറാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സിദ്ധാർത്ഥ് എന്ന യുവാവ് സ്വന്തമായൊരു സംരംഭം തുടങ്ങാനായി പണത്തിനായി നെട്ടോട്ടം ഓടുന്നതും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ കഥ പറയുന്നത്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇത് OTTയിൽ റിലീസ് ചെയ്യും. സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ഷൈൻ ടോം ചാക്കോ, ശാന്തി ബാലചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് ജിന്നെ. ഇത് ഒരു കോമഡി ഹൊറർ മൂവിയാണ്. ഒരു ഏവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസിൻ്റെ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത മാസം റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഹൗസ്ഫുൾ 5 എന്ന ഹിന്ദി മൂവിയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അക്ഷയ് കുമാറും അഭിഷേക് ബച്ചനുമാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈം വഴി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത മാസം ഫസ്റ്റ് വീക്ക് റിലീസ് ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.